നമസ്കാരം. നമ്മൾ PSC ഇന്നലെ നടത്തിയ, അതായത് 16/5/2024 നടത്തിയ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിലേക്ക് നടത്തിയ അസിസ്റ്റൻറ്റ് കമ്പൈലർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഇന്നലെ എക്സാം നടന്നായിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ച ഏറ്റവും പുതിയ PSCയുടെ ഏറ്റവും പുതിയ GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന LDC LGS ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാമെന്നറിയോ, ജസ്റ്റ് ഒരു ബുക്കും പേനയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ഇതൊന്ന് എഴുതി നോക്കുക. ജസ്റ്റ് ആൻസർ പറയുന്നതിനൂടെ നിങ്ങളൊന്ന് എഴുതി നോക്കുക, എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് കുളച്ചൽ യുദ്ധം, 2 കുണ്ടറ വിളംബരം, 3 ആറ്റിങ്ങൽ കലാപം, 4 ശ്രീരംഗപട്ടണം സന്ധി. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കാലഗണക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, കുളച്ചൽ യുദ്ധം ഏതാ വർഷം? 1741. കുളച്ചൽ യുദ്ധം 1741. കുണ്ടറ വിളംബരം എന്ന 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം 1721. ശ്രീരംഗപട്ടണം സന്ധി എന്ന 1792 ഇത് ശ്രീരംഗപട്ടണം സന്ധി നടക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നടന്ന സംഭവം ഏതാ? അപ്പോൾ ഇതിൽ ആദ്യം നടന്ന സംഭവം ഏതാ? 1721. ആദ്യം വരൽ 1721 ഏതാ നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം അല്ലേ. അപ്പോൾ ആദ്യം വരേണ്ടത് 3 അപ്പോൾ 3 തുടങ്ങുന്നത് ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നേരിട്ട് നമുക്ക് ആൻസർ ഒറ്റ ഒന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ആൻസറിൽ എത്താൻ കഴിയും. ഓപ്ഷൻ ബി ആണ് 1ൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം: ചുവടെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളും വ്യക്തികളെയും മനസ്സിലാക്കിയിട്ട് ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, 2 ഫ്രഞ്ച് വിപ്ലവം, 3 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, 4 റഷ്യൻ വിപ്ലവം. ഈ വശത്തുള്ളത് വോൾട്ടയർ ഉണ്ട്, ട്രോട്സ്കി ഉണ്ട്, തോമസ് പെയിൻ ഉണ്ട്, അതുപോലെ സൈമൺ ബൊളീവിയൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. ഏതാ വരിക? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാ? തോമസ് പെയിൻ ആണല്ലേ. തോമസ് പെയിൻ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തി. പിന്നുള്ളത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാ? വോൾട്ടയർ ആണ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, സൈമൺ ബൊളീവിയർ ആണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ട്രോട്സ്കി എന്ന് പറയുന്നത്. അപ്പോൾ 1 ഏതാ? 1 സി ആണ് അല്ലേ. 1 സി ആണ്. 2 എ ആണ്. 1 സി 2 എ അങ്ങനെയുള്ള ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ കേട്ടോ. 1 സി 2 എ 3 ഡി 4 ബി. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? തോമസ് പെയിൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി വോൾട്ടയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സൈമൺ ബൊളീവിയർ. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ട്രോട്സ്കി ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം: 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 1857 കലാപം ആരംഭിച്ചത് ഔദിലാണ്. 2 കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 3 ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. 4 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഏറ്റെടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ശരിയായതാണ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് 1857 കലാപം ആരംഭിച്ചത് ഔദിലാണ്. ശരിയാണോ? തെറ്റാണ് അല്ലേ. എവിടെ ആരംഭിക്കുന്നത്? മീററ്റിലായിരുന്നു ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ശരിയാണേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 എന്താണ്? തെറ്റായത് കൊണ്ട് 1 ഓപ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഒന്നാമത്തിൽ 1 ഉണ്ട്, അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ ബിയിൽ 1 ഉണ്ട്, അത് തെറ്റാണ്. ഓപ്ഷൻ ഡിയിൽ 1 ഉണ്ട്, തെറ്റാണ്. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആൻസറിൽ എത്തിപ്പെട്ടു അല്ലേ. ഓപ്ഷൻ സി ആണ് ഏത് ആൻസർ വരിക. നമ്മൾ വായിക്കുക പോലും ചെയ്യേണ്ടത് എന്ത്? കറക്റ്റ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്താൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആൻസറിൽ എത്താൻ കഴിയും. എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. രണ്ടാമത്തത് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ശരിയാണ്. അതുപോലെ ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ആണോ? അല്ല. ആരായിരുന്നു? ഫൈസാബാദിൽ ആരാ? മൗലവി അഹമ്മദുള്ളയായിരുന്നു അല്ലേ. ഫൈസാബാദിൽ കലാപം നയിച്ചത് ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന: 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. അതെന്തായിരുന്നു? ശരിയായ പ്രസ്താവന തന്നെയാണ്. അപ്പോൾ 2ഉം 4ഉം തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം: മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ നിന്ന് വായിച്ചിട്ട് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1 മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. 2 1950 ജനുവരി 3 തൃപ്പടി ദാനം നടത്തി. 3 ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി.
4 കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. ഇതിൽ നിന്ന് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയായിരിക്കും ശരിയായത്? ഒന്നാമത്തത്, മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. ആണോ? ശരിയാണ് അല്ലെ. ഒന്നെന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻ എന്തായിരിക്കണം? ആൻസറിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നില്ലാത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിട്ടല്ലേ. ഒന്ന് ഓപ്ഷൻ എയിൽ ഒന്നുണ്ട്, അപ്പോൾ ബിയിൽ ഒന്നില്ല, സിയിലും ഒന്നില്ല. അപ്പോൾ അത് രണ്ടും നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി ഏതൊക്കെയുള്ളൂ? 1ഉം 2ഉം എന്നും അതുപോലെ ഓപ്ഷൻ ഡി ആയിട്ടുള്ള മുകളിൽ പറഞ്ഞവയെല്ലാം അത് രണ്ടേ ഉള്ളൂ കേട്ടോ. ഇനി രണ്ടാമത്തത്, 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. അതും എന്താണ്? ശരിയായ പ്രസ്താവന തന്നെയാണ്. ഇനി 3, ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. അതെന്താണ്? അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഡി എന്തായിരിക്കും? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയും. നാലാമത്തത്, കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു എന്നുള്ളത് എന്താണ്? ശരിയായ പ്രസ്താവന തന്നെയാണ്. ഇനി 5ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് എന്ന് നോക്കാട്ടോ. ശരി അല്ലാത്തതാണ് വേണ്ടത്. 1, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. 2, ആന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 3, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. 4, ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി അല്ലാത്തത് എന്നാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തുക. ഒന്നാമത്തത്, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ശരിയല്ലേ? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്? UN തന്നെയാണ്, ന്യൂയോർക്ക് തന്നെയാണ്. 2, ആന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതെന്താണ്? തെറ്റായ പ്രസ്താവന അല്ലേ. അദ്ദേഹം എന്ന് മുതലാണ്? 2017 മുതലേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? UN സെക്രട്ടറി ജനറലായിട്ട് തുടർന്ന് വരുന്നുണ്ട്. തുടർന്ന് ഇപ്പോൾ 2ാം ടേമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വീണ്ടും അധികാരത്തിലെത്തുന്നത്. അപ്പോൾ 2 തെറ്റാണ് കേട്ടോ. അപ്പോൾ 2 ഇല്ലാത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം അല്ലേ. 2 ഇല്ലാത്തത് ഏതൊക്കെയാ? ബാക്കി എല്ലാത്തിലും 2 ഉണ്ട് അല്ലേ. ഓപ്ഷൻ ഡിയിൽ മാത്രമേ 2 ഇല്ലാത്തതുള്ളൂ. ഇനി 3ാമത്, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ് ആണല്ലേ. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണല്ലേ. അപ്പം 3 നമുക്ക് വെട്ടിക്കളയാം. അതുപോലെ 1 നമ്മൾ എന്ത് ശരിയാന്ന് പറഞ്ഞ ഓപ്ഷൻ ബിയും എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ഇതിന് ആൻസർ തന്നെ ഒരു ഓപ്ഷൻ സി 2 മാത്രം എന്നുള്ളത് നമുക്ക് ആൻസറിൽ എത്താൻ കഴിയും. എന്നാലും 4ാമത്തെ ഓപ്ഷൻ എന്ന് വായിക്കുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇനി 6ാമത്തെ ചോദ്യം, ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം SCRT ആണ്. 10ാം ക്ലാസ്സിലുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. ഏതാ? സ്റ്റീരിയോസ്കോപ്പ് അല്ലെ. ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് ആണ്. 7ാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖ ഏതായിരിക്കും? ഓപ്ഷൻ എ താപീയ മധ്യരേഖയാണ്. ഓപ്ഷൻ എ താപീയ മധ്യരേഖയാണ്. 8ാമത്തെ ചോദ്യം, ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഒക്കെ SCRT തന്നെയാണ് കേട്ടോ. ഏതാ? ഓപ്ഷൻ ഡി അല്ലെ, ലിപ്പു ലേക്ക്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഇത്? ലിപ്പു ലേക്ക്. നാഥുല ചുരം ഏതാ? സിക്കിം ടിബറ്റ്. സോജില ചുരം ഏതാ? ശ്രീനഗറിനെയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത്? സോജില ചുരം. ഷിപ്കില ഏതാ? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത്? ഷിപ്കില ചുരം. ഇനി 9ാമത്തെ ചോദ്യം, പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി അല്ലെ, ജലപാത 5ലാണ്. ഇതും ഏത് തന്നെയാണ്? SCRT ക്വസ്റ്റ്യൻ തന്നെയാണ്. 10ാമത്തെ ചോദ്യം, 2023 രാജസ്ഥാനിൽ പുതുതായിട്ട് സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ സി സോർസൻ ആണ്. ഓപ്ഷൻ സി സോർസൻ ആണ്. കറണ്ട് അഫയേഴ്സ് ആണ്. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാന്ന് കണ്ടെത്തുക. നബാർഡുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഇതും എന്താണ്? SCRT തന്നെയാണ്. 1, കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ്. ആസ്ഥാനം മുംബൈ ആണ്. ശിവരാമൻ കമ്മിറ്റി രൂപീകരിച്ചത്
ശുപാർശ പ്രകാരമാണ് രൂപീകരിക്കുന്നത്. അതുപോലെ 1982 സ്ഥാപിതമാകുന്നത്. അപ്പോൾ ഇതിലേതൊക്കെയാണ് നബാർഡുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണല്ലേ. SCRT പഠിച്ചവർക്കറിയാം ഇതെല്ലാം എന്താണ് ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാ? നബാർഡാണ്. ആസ്ഥാനം മുംബൈ തന്നെയാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. 1982 തന്നെയാണ് ഇത് നബാർഡ് സ്ഥാപിതമാകുന്നത്. 12 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? ഓപ്ഷൻ എ കോഴിക്കോടാണ്. ഇനി 13ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതാ? ഓപ്ഷൻ ബി അല്ലെ 1966-69 ആണ്. 14 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? എത്രയോ പ്രാവശ്യം ചോദിച്ചതാണ്. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു അല്ലെ. നരസിംഹറാവു ആയിരുന്നു ആ സമയത്ത് ധനകാര്യമന്ത്രിയാണ് ആര്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ ബി മുംബൈയിലാണ് അല്ലെ. മുംബൈയിലാണ്. 16ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തതാണ് വേണ്ടത്. അല്ലാത്തത് ഏതാണ്? 1 മുകളിൽ നിന്നും താഴേക്കുള്ള അധികാര വിതരണ ശ്രേണി. 2 യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം. 3 രാഷ്ട്രീയപരമായ വിധേയത്വം. 4 തൊഴിൽ വൈദഗ്ധ്യം. ഇതും എന്ത് തന്നെയാണ്? SCRT ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തതാണ് വേണ്ടത്. ഒന്നാമത്തത് താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി ആണോ? തെറ്റാണല്ലേ. മുകളിൽ നിന്ന് താഴേക്കാണ് എന്ത്? അധികാരം വിതരണം ചെയ്യുന്നത് അല്ലേ. താഴെ തട്ട് കിടക്കുന്ന LGS കാരം പറയും പോലെയാണോ മുകളിലുള്ള കളക്ടർ ജോലി ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്കാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി എന്ന. അപ്പോൾ എന്താണ്? സവിശേഷത അല്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് യോഗ്യതയുടെ അടിസ്ഥാനത്തിനുള്ള നിയമനം. അതെന്താണ്? അത് ശരിയായ പ്രസ്താവനയാണ്. 2 രാഷ്ട്രീയ വിധേയത്വം. രാഷ്ട്രീയപരമായ വിധേയത്വം ആണോ? അത് തെറ്റാണല്ലേ. അങ്ങനെ എന്താ? പാടില്ല അല്ലേ. രാഷ്ട്രീയമായിട്ട് എന്ത് ആർക്കും വിധേയമാകാൻ പാടില്ല. 4 തൊഴിൽ വൈദഗ്ധ്യം. എന്താണ്? ശരിയായ പ്രസ്താവന. അപ്പോൾ തെറ്റ് ഏതൊക്കെയാണുള്ളത്? 1ഉം 3ഉം ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? കറണ്ട് അഫയേഴ്സ് ആണ്. ഓപ്ഷൻ എ വി ഹരി നായർ IAS ആണ്. 18 ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ അതുപോലെ കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻ ബി 2ാം വായനയിലാണ് കേട്ടോ. 2ാം വായനയിലാണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. ശരിയായ വസ്തുതകളാണ്. 1 യൂണിയൻ ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. 2 കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. 3 യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയമുണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ടാകും. 4 പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ വസ്തുതകളാണ് വേണ്ടത്. ഏതൊക്കെയാ ശരി? ഒന്നാമത്തെ എന്താ? യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. ശരിയാണോ? ശരിയാണല്ലേ. കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ആർക്ക് അധികാരമുള്ളൂ? കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ളൂ. 2 കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. അതെന്താ? അതും ശരി തന്നെയാണല്ലോ. അതും ശരി തന്നെയാണ്. 3 യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയമുണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഉണ്ടാവോ? തെറ്റാണ്. അങ്ങനെ അധികാരമുണ്ടാവില്ല. 4 പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ആണോ? തെറ്റാണ്. എവിടെയാ? നമ്മുടെ സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 1ഉം 2ഉം ആണ് അല്ലേ. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ ഡിയിലാണ്. 2ഉം 1ഉം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി 2ഉം 1ഉം എന്നാണ്. ഇനി 20ാമത്തെ ചോദ്യം, പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് ആരാണ്?
ഓപ്ഷൻ എ 14 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഓപ്ഷൻ ബി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഓപ്ഷൻ സി 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഓപ്ഷൻ ഡി 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ആരാ? പോക്സോയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും എന്താണ്? പോക്സോ ആക്ടിന് കീഴിൽ വരുന്നതാണ്. 14 വയസ്സിൽ താഴെയാണെങ്കിൽ അത് ബാലവേലയാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. 21 കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? ഏതാ? സുനീതിയാണ്. ഓപ്ഷൻ സി സുനീതിയാണ്. 22 കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഇത് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ഇതാ രംഗകലകളിൽ രംഗശ്രീയാണ്. ഓപ്ഷൻ ബി രംഗശ്രീ. കുടുംബശ്രീകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ത്? രംഗശ്രീ. 23 അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 1 സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ചുമതല. 2 അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതും സംസാരിക്കാവുന്നതുമാണ്. 3 ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകുറുപ്പാണ്. 4 അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഇത് തെറ്റായ വസ്തുതകൾ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തത് സംസ്ഥാന ഗവൺമെന്റ് നിയമോപദേശം നൽകുക എന്നത് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതലയാണ്. അത് തന്നെയാണ് മെയിൻ ചുമതല എന്ന് പറയുന്നത്. 2 അഡ്വക്കേറ്റ് ജനറൽ നിയമസഭാ യോഗങ്ങൾ പങ്കെടുക്കാവുന്നതും പങ്കെടുക്കാവുന്നതുമാണ്. ശരിയാണ്. 3 ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ആണ്. അതും ശരിയാണ്. 4 അഡ്വക്കേറ്റ് ജനറൽ നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം അതും എന്താണ്? ശരിയാണ്. അപ്പം 4 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? തെറ്റായ വസ്തുത ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന് ആൻസർ. ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 24 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലെ തുല്യനീതിക്ക് വേണ്ടിയിട്ട്. ഓപ്ഷൻ ബി അനുച്ഛേദം 15 ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും അതുപോലെ ജന്മസ്ഥലത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിനെതിരെ. ഓപ്ഷൻ സി അനുച്ഛേദം 16 അവസര സമത്വ നിഷേധത്തിനെതിരെ. ഓപ്ഷൻ ഡി അനുച്ഛേദം 17 ഐത്താചരണത്തിനെതിരെ. ഇതിൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി എന്തിനു വേണ്ടിയിട്ടാണ് നിയമവാഴ്ച എന്ന് പറയുന്ന ആശയം കടം കൊണ്ടത്? ഏതിനു വേണ്ടിയിട്ട് തന്നെയായിരിക്കും? നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലുണ്ടാവും. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിലെ തുല്യനീതി എന്ന ആശയത്തിന് വേണ്ടിയിട്ടാണ്. 25 ഒരു ഗ്രേഡിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതായിരിക്കും? പ്രാഥമിക ഉപഭോക്താക്കളായിരിക്കും. 26 ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് ഡാഷ്. ജീവിഗണം എടുത്തു കഴിഞ്ഞാൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതായാൽ ബന്ധം ഏതാ? ഓപ്ഷൻ ബി അല്ലേ വരിക? കമൻസലിസം ആണ്. 27 താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഏതാ? ഓപ്ഷൻ സി ജീൻ ബാങ്കുകളാണ്. 28 ഹീമോ ഡയാലിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഹീമോഡയാലിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേര് എന്താ? ഹെപ്പാരിൻ അല്ലേ? ഓപ്ഷൻ എ ഹെപ്പാരിനാണ്. 29 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാ? ഓപ്ഷൻ ശ്രീമൻ നാരായണനാണ്. ശ്രീമൻ നാരായണനാണ്. 30 താഴെ തന്നിരിക്കുന്നതിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ഇട്ട SRT ക്ലാസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ പാഠത്തുനിന്ന്. ഏതാ? അഡീഷൻ ആണല്ലേ. ഓപ്ഷൻ എ അഡീഷൻ ബലമാണ്. 31 ഭൂമിയുടെ ഉപരിതലത്തിലെ പാലായന പ്രവേഗം എത്രയാണ്?
ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്രയാ? ഓപ്ഷൻ ബി 11.2 കിലോമീറ്റർ ആണ്. 32ാമത്തെ ചോദ്യം, മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാ? ചവണ അല്ലെ, ചവണയാണ്. 33, ചന്ദ്രനിൽ പേടകം വിജയകരമായിട്ട് ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ചന്ദ്രനിൽ പേടകം വിജയകരമായിട്ട് ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാ? ഇന്ത്യയാണ് അല്ലേ, ഇന്ത്യയാണ്. എന്നാൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇത്, നമ്മുടെ ഇന്ത്യ. 34, ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം ഏതാ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. 35ാമത്തെ ചോദ്യം, കപട സംക്രമണ മൂലകം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ കപട സംക്രമണ മൂലകം കണ്ടുപിടിക്കുക ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. 36, SCRT പക്ക ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏതിനെയാ? ബോയിൽ നിയമമാണ് അല്ലേ, ബോയിൽ നിയമമാണ്. ബോയിൽസ് ലോയിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. 37ാമത്തെ ചോദ്യം, ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോഹം ഏതാ? ഓപ്ഷൻ ബി ആണ്, നിയോഡമിയം. 38, അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ ഡി അല്ലേ, തെറ്റില്ലേ, കണ്ണമൂലയിൽ ജനിച്ചു എന്നുള്ളത് തെറ്റാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. കണ്ണമൂലയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാ? ചട്ടമ്പി സ്വാമികളല്ലേ. ഇനി 39ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? സ്റ്റാൻഡിംഗ് GK ആയിട്ട് അല്ലെ, കറണ്ട് അഫയേഴ്സ് ആയി വന്ന് സ്റ്റാൻഡിംഗ് GK ആയി മാറിയ സാധനമാണ് അല്ലേ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരായിരുന്നു? PT ഉഷ അല്ലെ, ഓപ്ഷൻ ബി PT ഉഷയാണ്. 40, കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. സേതു കാലം, രവി ഖസാക്കിന്റെ ഇതിഹാസം, സുഹറ ഇന്റുപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, പപ്പു ഓടയിൽ നിന്ന്. തെറ്റായ ജോഡി ഏതാ? ഓപ്ഷൻ സി ആണല്ലേ, സുഹറ ഇന്റുപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നുള്ളത് തെറ്റാണ്. 41ാമത്തെ ചോദ്യം, പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത എന്നത് ആരുടെ കലാസൃഷ്ടിയാണ്? ആരുടെയാ? ഓപ്ഷൻ എ, മൈക്കലാഞ്ചലോ. 42, റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? റീൽസിലൊക്കെ സ്ഥിരമായിട്ട് കളിക്കുന്ന സാധനമാണ് അല്ലേ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആരാ? ഓപ്ഷൻ സി, അഖിൽ P ധർമ്മജൻ അല്ല, അഖിൽ P ധർമ്മജൻ. 43, സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഏതാണ് ഉദാഹരണം? ഏതാ? ഓപ്ഷൻ എ, വിൻഡോസ് ആണല്ലേ, വിൻഡോസ് ആണ്. മറ്റേതൊക്കെ എന്താണ്? പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. 44, ഇ ഗവേൺസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. 1, ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. 2, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. 3, ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. ഇ ഗവേൺസിനെ പറ്റിയിട്ട് ശരിയായതാണ് എഴുതേണ്ടത്. ഏതൊക്കെയാ? 1, ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യതയുണ്ടാകുന്നു. ജനാധിപത്യത്തിൽ ശക്തിപ്പെടുത്തുന്നു. 3, ഗവൺമെന്റ് ഓഫീസുകളിലെ പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് എന്താണ്? തെറ്റാണ് അല്ലേ. പണ്ടന്നെ എന്താണ്, ഓഫീസിൽ നേരിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇ ഗവേൺസ് ഒക്കെ കൊണ്ടുവന്നല്ലേ. അപ്പോൾ 1, 2 എന്തുള്ളൂ? ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 45ാമത്തെ ചോദ്യം, 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാ? ഗേറ്റ് വേ ആണല്ലേ, ഓപ്ഷൻ ബി ആണ്, ഗേറ്റ് വേ ആണ്. 46ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഒഴിവാക്കിയതാണ് വേണ്ടത്. 1, ഓപ്ഷൻ എ, സർക്കുലറുകൾ. ഓപ്ഷൻ ബി, കോൺട്രാക്റ്റുകൾ. ഓപ്ഷൻ സി, അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. ഓപ്ഷൻ ഡി, ലോഗ് ബുക്കുകൾ. ഏതാ? ഇതിന്റെ ആമുഖത്ത് തന്നെ പറയുന്നുണ്ട്, കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളൂ അല്ലേ. ഓപ്ഷൻ സി, അന്വേഷണ പ്രക്രിയയിൽ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ എന്താക്കിയിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. നമ്മൾ വിവരം എന്ന
2F അല്ലേ, അതിൻ്റെ ആർട്ടിക്കിൾ 2F പറയുന്നുണ്ട് എന്താണ് വിവരം, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. സർക്കുലറുകൾ അതേപോലെ കോൺട്രാക്റ്റുകൾ, ലോഗ് ബുക്കുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും നമുക്ക് വിവരമായിട്ട് നമുക്ക് കിട്ടുന്നതാണെന്ന് പറയുന്നുണ്ട് അല്ലേ. 47ാമത്തെ ചോദ്യം, രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി വിവരാവകാശം, അല്ലെ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതാണ് സാധനം എന്നുള്ള വിവരങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് വായിച്ചിട്ട് മനസ്സിലാക്കുന്നത്. 48ാമത്തെ ചോദ്യം, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാകുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ എ, ഒരു കുട്ടിക്കെതിരെ നേരിട്ട് ലൈംഗിക അതിക്രമം നടത്തുന്ന വ്യക്തികൾ മാത്രം. ഓപ്ഷൻ ബി, ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഓപ്ഷൻ സി, ഇരയായ കുട്ടിയുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ മാത്രം. ഓപ്ഷൻ ഡി, കുട്ടികളുടെ മേൽ നിയന്ത്രണമുള്ള വ്യക്തികൾ. ഇതിൽ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാനാണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ബി തന്നെയാണ് അല്ലേ, പ്രേരണാ കുറ്റത്തിന് കുറ്റമായി ചോദിച്ചത്. അതുകൊണ്ട് എന്താണ്, മനഃപൂർവ്വം സഹായിക്കുന്നയാളൊക്കെയാണ്, ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്നയാൾക്ക് എന്താണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നതാണ്. 49ാമത്തെ ചോദ്യം, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരൊക്കെയാണ്? ഓപ്ഷൻ എ, ഭാര്യയും ഭർത്താവും. ഓപ്ഷൻ ബി, രക്തബന്ധമുള്ള വ്യക്തികൾ. ഓപ്ഷൻ സി, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാ? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. 50ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാ? എത്രയോ ചോദിച്ചു, ആരാണ്? ഓപ്ഷൻ എ, ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. അപ്പോൾ ഇതിൽ 50 GK ആണുള്ളത്. LDയുടെ അതേ സിലബസ് തന്നെയാണ്, അത് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 50 GK ആണ് ഇതിലുള്ളത്. ഇനി 10 മാത്സ്, 10 ഇംഗ്ലീഷ്, 10 മലയാളം കൂടിയുണ്ട്. നമ്മൾ മാത്സിൻ്റെ നോക്കുന്നില്ല, ഇംഗ്ലീഷും മലയാളം കൂടി നോക്കാം നമുക്ക്. 61ാമത്തെ ചോദ്യം, ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലേ വരും അല്ലേ, ഈസ് ആണ്, അതുകൊണ്ട് ഈസ് ആണ് വരുന്നത്. 62, ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. എന്താ വരിക? ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓഫ് ടോക്കിംഗ് ലൗഡ്ലി. 63ാമത്തെ ചോദ്യം, വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. എന്താ വരിക? 4 ആണല്ലേ, 4 ആണ് വരിക. 64ാമത്തെ ചോദ്യം, സീന ഡാഷ് ടുമാറോ അറ്റൻഡ് ദി വെഡിങ്. സീന ഡാഷ് ടുമാറോ അറ്റൻഡ് ദി വെഡിങ്. എന്തായിരിക്കും? വിൽക്കം ആണ് അല്ലേ, വിൽക്കം ആണ്. ടുമാറോ ആണ്, വിൽക്കം ആണ്. 65, ഇറ്റ് വാസ് ഡാഷ് അനോണിമസ് ഡിസിഷൻ. എന്താ വരിക? എ അനോണിമസ് അല്ലേ, എ അനോണിമസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 66ാമത്തെ ചോദ്യം, one who treats the skin disease is known as dash. എന്തായിരിക്കും വരുന്നത്? ഡെർമറ്റോളജിസ്റ്റ് അല്ലെ, ഡെർമറ്റോളജിസ്റ്റ് ആണ്. 67, ഡു യു മൈൻഡ് ഡാഷ് ദി ആൻസേഴ്സ്. എന്താ? റൈറ്റിംഗ് ആണ് അല്ലെ. ഡു യു മൈൻഡ് വന്നാൽ എന്ത് ഉപയോഗിക്കണം? ING അല്ലേ. ഓപ്ഷൻ എ റൈറ്റിംഗ് ആണ്. 68, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമാൻറ്റ്? എന്താ? ഇനാക്റ്റീവ് ആണ്. ഓപ്ഷൻ ഡി ഇനാക്റ്റീവ്. 69, ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ മോർണിംഗ്. എന്താ? ഹോട്ടർ ആണ് കേട്ടോ, ഹോട്ടർ. ഓപ്ഷൻ ബി ഹോട്ടർ. ദാന് വന്നുകൊണ്ട് എന്താണ് ഹോട്ടർ ഉപയോഗിക്കുന്നത്.
70 നത്തിങ് വിൽ ഹാപ്പൻ ഡാഷ് ക്വസ്റ്റ്യൻ ടാഗാണ് നത്തിങ് വിൽ ഹാപ്പൻ. ക്വസ്റ്റ്യനിൽ എന്തുണ്ട് നെഗറ്റീവാണ്, അപ്പം ടാഗ് എന്തായിരിക്കണം പോസിറ്റീവായിരിക്കണം. അപ്പോൾ എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ എ അല്ലേ വരും അല്ലേ വിൽ ഇറ്റ്. ഇനി 10 ഇംഗ്ലീഷ് കഴിഞ്ഞു, ഇനി 10 മലയാളം കൂടിയുണ്ട്. ശരിയായ പദം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയായ പദം എന്താ അഗാധത ഓപ്ഷൻ എ ആണ്. 72ാമത്തെ ചോദ്യം ലേൺ ബൈ ഹേർട്ട്. ലേൺ ബൈ ഹേർട്ട് ഇതിൻ്റെ മലയാള പ്രയോഗം എന്താണ്? ലേൺ ബൈ ഹേർട്ട് എന്താ ഹൃദിസ്ഥമാക്കുക ഓപ്ഷൻ ഡി ഹൃദിസ്ഥമാക്കുക. 73 ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താന്ന് എഴുതാം. എന്താ ആജന്മമാണ്. ഓപ്ഷൻ എ ആജന്മം. 74ാമത്തെ ചോദ്യം മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? മഞ്ഞിൻ്റെ പര്യായമല്ലാത്ത പദം ഏതാ? ഓപ്ഷൻ ഡി ഹരിണമാണ്. ഹരിണമാണ്. 75 ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ദുഷ്ടൻ എന്നതിൻ്റെ വിപരീത പദം എന്താ? ശിഷ്ടനാണ് അല്ലേ. ഓപ്ഷൻ സി ശിഷ്ടനാണ്. 76 വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താ? പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. ഓപ്ഷൻ സി പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. 77 തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? തീക്കനൽ ഇങ്ങനെ ഒരു തീ പ്ലസ് കനലാണ്. ഓപ്ഷൻ എ തീ പ്ലസ് കനൽ. 78 നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്? നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താ വരിക? നായിക അല്ലേ. നമുക്കറിയാം നായികയാണ്. 79 ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം എന്താ? ഓപ്ഷൻ ഡി വാണിയാണ് അല്ലേ. വാണി എന്ന് പറഞ്ഞാൽ എന്താ? വാക്കാണ് വാണി. 80 താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാ? അധ്യാപകന്മാരാണ് അല്ലേ. അധ്യാപകന്മാരാണ്. ഇനി ബാക്കി 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ട്രേഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് കമ്പൈലറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക? അറിയാത്ത ഏതെങ്കിലും ഒന്നുകൂടി നോക്കുക, മനസ്സിലാക്കി വെക്കുക.